അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 8ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിലെ 8ാമത്തെ വചനമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ നമ്മോട് പറയുന്നത്, തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നരകത്തിൻ്റെ അവസ്ഥകളാണ് ഈ ആയത്തിലും ഇനി ശേഷമുള്ള ആയത്തിലും ഈ ആയത്തിൻ്റെ മുമ്പുള്ള ആയത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അവിടെ പാപികൾ വരുന്ന അവസ്ഥയെക്കുറിച്ച് ഈ ആയത്തിൽ പരാമർശിക്കുകയാണ്. തെക്കാദു, കാദ യക്കാദു എന്ന് പറഞ്ഞാൽ ആകാറായിട്ടുണ്ട് എന്നാണ് അർത്ഥം. തെക്കാദു തമയ്യസു, തമയ്യസു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അർത്ഥം തൻഖത്തിഉ എന്നാണ്, മുറിഞ്ഞു പോകുക, കഷ്ണം കഷ്ണമായി മുറിഞ്ഞു പോകാനായിട്ടുണ്ട്. മിനൽ ഗൈദ്, ഗൈദ് എന്ന് പറഞ്ഞാൽ ക്ഷോഭത്തിനാണ് പറയുക, അല്ലെങ്കിൽ ക്രോധത്തിനാണ് പറയുക. കോപത്തിനേക്കാൾ ഒരുപടി മുകളിലുള്ള, കോപത്തിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥക്കാണ് ഗൈദ് എന്ന അറബിയിൽ പറയുന്നത്. അശദ്ദുൽ ഗളബ്, ഏറ്റവും ശക്തമായ കോപം, അതിനാണ് ക്രോധം, ക്ഷോഭം എന്നൊക്കെ പറയുന്നത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഐ തകാദു അലാ ജിതിമാഇഹാ അയ്യുഫരിഖ ബഅദുഹാ ബഅദൻ വതതഖത്തഅ മിൻ ശിദ്ദതി ഗൈദിഹാ അലൽ കുഫാർ ഫമാ ظنك ما تفعل بهم إذا حصلوا فيها. ആ ഒരു നരകം അതൊരൊറ്റ വേറിട്ട സംഗതിയല്ലെങ്കിലും, ഒറ്റ നരകമാണെങ്കിലും അതിങ്ങനെ കഷ്ണം കഷ്ണമായി മാറുന്നത് പോലെ നിനക്ക് തോന്നും. എങ്ങനെ? മിൻ ശിദ്ദതി ഗൈദിഹാ അലൽ കുഫാർ, ആ നരകത്തിലേക്ക് കടക്കേണ്ടുന്ന കുഫാറുകളോട്, സത്യനിഷേധികളോട്, അള്ളാഹുവിനെ ധിക്കരിച്ചവരോട് ആ നരകത്തിനുള്ള ദേഷ്യം കൊണ്ട്, ആ ക്ഷോഭം കൊണ്ട്, ആ ക്രോധം കൊണ്ട് അതിങ്ങനെ കഷ്ണം കഷ്ണമായി മാറുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും. ഫമാ ظنك ما تفعل بهم إذا حصلوا فيها, ആ നരകത്തിൽ സത്യനിഷേധികൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നരകത്തിന് ഇത്രത്തോളം കോപമുണ്ട് എങ്കിൽ, ക്രോധമുണ്ട് എങ്കിൽ, ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ, ആ നരകം ആ സത്യനിഷേധികളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഇതാണ് ഷെയ്ഖ് വളരെ ഗൗരവത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ശേഷം അള്ളാഹു പറഞ്ഞു, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ. കുല്ലമാ ആകുമ്പോഴെല്ലാം, ഉൽഖിയ എറിയപ്പെടുക, ഫീഹ അതിലേക്ക്, അല്ലെ അതിൽ, ആ നരകത്തിൽ, അതിലെന്ന് പറഞ്ഞാൽ നരകത്തിൽ, നരകത്തിൽ എറിയപ്പെടുമ്പോഴെല്ലാം, ഫൗജുൻ ആ സംഘം, ഓരോ സംഘത്തെ, ഓരോ കൂട്ടത്തെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴെല്ലാം, സഅലഹും ആ സംഘത്തോട്, ആ നരകത്തിൽ വലിച്ചെറിയപ്പെടുന്ന ആളുകളോട്, സഅലഹും അവരോട് ചോദിക്കും. ആര് ചോദിക്കും? ഖസനതുഹ, ഖസനത്ത് എന്ന് പറഞ്ഞാൽ കാവൽക്കാർ. എന്തിൻ്റെ കാവൽക്കാർ? ഖസനതുഹ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ, ജഹന്നമിൻ്റെ.
നരകത്തിൻ്റെ കാവൽക്കാർ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഓരോ സംഘത്തോടും സഅലഹും അവരോട് ചോദിക്കും. എന്താണ് ചോദ്യം? അലം യഅ്തിക്കും നിങ്ങൾക്ക് വന്നില്ലേ? അത്ത യഅ്തി വരിക, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അലം യഅ്തിക്കും അല്ലേ എന്നാണ്. അലം എന്ന് പറഞ്ഞാൽ അല്ലേ, അലം യഅ്തിക്കും നിങ്ങൾക്ക് വന്നില്ലേ? നദീർ, നദീർ എന്ന് പറഞ്ഞാൽ മുൻദിർ, താക്കീതുകാരൻ. അഥവാ പ്രവാചകന്മാർ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയാൻ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഇങ്ങനെ ഒരു പരലോകം വരാനുണ്ട് എന്നും കത്തിജ്വലിക്കുന്ന നരകശിക്ഷ അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെടുമെന്നും താക്കീതു ചെയ്യാനായി താക്കീതുകാർ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? മലക്കുകളുടെ ചോദ്യമാണ്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, സുമ്മ ദക്കറ തൗബീഖൽ ഖസന ലി അഹ്ലിഹ. ഇവിടെ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ പാപികളോട്, സത്യനിഷേധികളോട് അവരെ മോശമാക്കുന്ന ചോദ്യത്തെക്കുറിച്ചാണ്, സംസാരത്തെക്കുറിച്ചാണ് പിന്നീട് അള്ളാഹു കുല്ലമ ഉൽഖിയ ഫീഹ ഫൗജുൻ സഅലഹും ഖസനതുഹ അലം യഅ്തിക്കും നദീർ എന്ന ഭാഗത്തിലൂടെ പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ഐ ഹാലുക്കും ഹാദാ വസ്തിഹ്ഖാഖുക്കും അന്നാർ കഅന്നകും ലം തുഖ്ബറു അൻഹാ വലം തുഹദ്ദിർകുമുൻ നുദുറു മിൻഹാ. നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മുമ്പ് പറഞ്ഞു തരാൻ ആരുണ്ടായിരുന്നില്ല, നിങ്ങളിലേക്ക് ഒരു താക്കീതുകാരനും വന്നിട്ടില്ല എന്ന് തോന്നിപ്പോകും. എല്ലാ താക്കീതും നൽകി എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടും നിങ്ങൾ ഈ നരകത്തിൽ വന്ന് വീഴുകയാണോ എന്ന് അധിക്ഷേപിക്കുന്ന, ആക്ഷേപിക്കുന്ന സംസാരമാണ് മലക്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം കോപം നിമിത്തം അല്ലെങ്കിൽ ആ ഒരു ക്ഷോഭം നിമിത്തം അത് പൊട്ടിപ്പിളർന്നു പോകുമാറാകും. അതിൽ അഥവാ നരകത്തിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴൊക്കെ അതിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ? ഇതാണ് ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം, എത്രയെത്ര താക്കീതുകളാണ് ഓരോ ദിവസവും നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആനിലെ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, അതിലെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിലെ ഓരോ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതൊക്കെ നമുക്കുള്ള താക്കീതുകളാണ്. വാട്സപ്പുകളിൽ നമ്മൾ കാണുന്ന ഇസ്ലാമികമായ സ്റ്റാറ്റസുകൾ, നല്ല നല്ല വാക്കുകൾ, വിരോധങ്ങൾ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസുകൾ, അതൊക്കെ നമുക്കുള്ള താക്കീതുകളാണ്. നമ്മൾ കേൾക്കുന്ന ഇസ്ലാമികമായ ക്ലാസുകൾ, അത് പഠിക്കാനുള്ള അവസരങ്ങൾ, അതൊക്കെ അതിനൊക്കെ ചാൻസ് അടക്കം കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷേ ഈ താക്കീതുകൾ എത്രത്തോളം നമ്മൾ മുഖവിലക്കെടുക്കുന്നുണ്ട്? നാം കണ്ടത്, നാം കേട്ടത്, നാം പഠിച്ചത് എത്രത്തോളം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഓരോ താക്കീതുകളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, അതിന് കൃത്യമായി അനുകൂലമായ പ്രതികരണം നമ്മൾ രേഖപ്പെടുത്തിയില്ല എങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയില്ല എങ്കിൽ, ഈ സത്യനിഷേധികളോട് ചോദിച്ച അതേ ചോദ്യം നരകത്തിൻ്റെ കാവൽക്കാർ നമ്മോട് ചോദിക്കില്ലേ? അലം യഅ്തിക്കും നദീർ, അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയില്ലേ എന്ന ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്? ഒന്നാമത്തേത്, നമ്മൾ ആത്മവിചാരണ നടത്തണം. അല്ലാഹുവേ, ഞാൻ എത്ര കേട്ടിട്ടുണ്ട്, എത്രയെത്ര താക്കീതുകളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്, എത്രയെത്ര ഇസ്ലാമികമായ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേൾക്കാനുള്ള അവസരം കിട്ടിയിട്ടും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ട്, പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടും ആ പഠനത്തെ തിരക്കുകൾ കാരണം പറഞ്ഞ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്.
നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അതിൽ കേട്ട കാര്യങ്ങളിൽ തന്നെ എത്രത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആത്മവിചാരണ, നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച്, നമ്മൾ കേട്ട നന്മകളെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി നമ്മൾ വിചാരണക്കെടുക്കുക. വിചാരണയാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ പുതിയ മാറ്റങ്ങൾക്കും പുതിയ തീരുമാനങ്ങൾക്കും പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് തീരുമാനമെടുക്കുക, ഞാൻ റബ്ബിൻ്റെ ദീൻ കേൾക്കുന്നതോടൊപ്പം, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതോടൊപ്പം, ഇസ്ലാമികമായ ക്ലാസ്സുകൾ വളരെ ഗൗരവത്തിൽ കണ്ട് അത് പഠിക്കാനും കേൾക്കാനും തയ്യാറാകുന്നതോടൊപ്പം അതിൽ പറയുന്ന ആ താക്കീതുകളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ പരിശ്രമിക്കും. കുറേ ക്ലാസ് കേട്ടുപോകുകയല്ല. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അവസാന കാലമാകുമ്പോൾ, കാലം അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആളുകൾ വർദ്ധിക്കും. ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ അത് പ്രവർത്തിക്കുന്നവർ നന്നേ കുറവായിരിക്കും. അതുകൊണ്ട് കുറേ കേട്ടുപോകുക എന്നല്ല, കേട്ടുപോകുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു തീരുമാനം. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമെന്ന ഒരു ഉറച്ച തീരുമാനമാകണം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഈ ഒരു ആയത്ത് നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ്, റഹ്മാനായ റബ്ബ് പഠിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി പഠിക്കാനും, അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കാനും, അതിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും, അതിലൂടെ സ്വർഗം നേടാനും റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.